യമഹ കോൺഫറൻസ് 2025 നമ്മൾ വന്നേക്കുന്നത് മുംബൈയിലാണ്. ഇവിടെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ലോഞ്ചാന്ന് പറയാം. ഇത് XSR 155 ആണ്. അത് മാത്രമല്ല, രണ്ട് EV-കൾ, ഒന്ന് റിവറിൻ്റെ ബേസ് ചെയ്തിട്ട് ഒന്ന് എയറോക്സിൻ്റെ രണ്ട് EV-കൾ, പിന്നെ FC-യുടെ ഒരു മോഡൽ. ഈ 4 വണ്ടികളാണ് ഇവർ ഈ ഒരു കോൺഫറൻസിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള വണ്ടി ഇത് തന്നെയാണ്. അപ്പോൾ വണ്ടി പ്രാന്തത്തെ പുതിയ വലിയ കലോത്സവം നമുക്ക് ഇന്ന് ഈ വണ്ടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് നടന്ന് കാണാൻ, ഓടിക്കാൻ പറ്റില്ല, എന്നാൽ നടന്ന് കാണാം. നടന്ന് കണ്ടുകൊണ്ട് സവിശേഷത പറഞ്ഞിട്ടൊന്ന് ചുമ്മാ ഈ കോൺഫറൻസ് കൂടെ ഒന്ന് ആറാടാം വരും. ഇവിടുത്തെ ഏറ്റവും ഹോട്ട് കേക്ക് എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോഞ്ച് എന്ന് പറയുന്നത് XSR 155 ആട്ടോ. MT-15 അല്ലെങ്കിൽ യമഹ R15ന്റെ ഫ്രെയിമും അതേ എഞ്ചിനും, അതായത് 155cc ആണിത്. ഇതിന്റെ പവർ എന്ന് പറയുന്നത് 19 HP-യോളം 14 Nm ടോർക്കും ഉണ്ട്. വാട്ടർ കൂൾഡ് ആണ്. ഓക്കെ, ഇതിന്റെ ഒരു എക്സോസ്റ്റ് പൈപ്പ് കണ്ടോ, കാണാൻ ഭംഗിയുണ്ട് അല്ലേ? ഒരു റെട്രോ മോഡേൺ എന്ന നിലയ്ക്ക് പുതിയ കാല R15 എന്നൊക്കെ അതിശയോക്തിയോടെ പറയാവുന്ന ഈ വണ്ടിക്ക് ഇവര് LED ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ LED ഹെഡ് ലാംപ്സും ഈ അപ്സൈഡ് ഡൗൺ ഫോർക്കും പിന്നെ ഈ വലിയ വീലിൽ കിടന്ന വലിയ ഡിസ്ക് ബ്രേക്കും ആ ഒരു വീലിന്റെ കാര്യം നോക്കിയേ. ഇതെന്ന് പറയുന്നത് 100/80/17 ആണ്. 15 വീലാണ്. ഈ അപ്സൈഡ് ഡൗൺ ഫോർക്കിന്റെ മോൾ ഭാഗം ഒരു ഗോൾഡൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററുകൾ LED ആണ്. LED ഇൻഡിക്കേറ്ററും LED ലൈറ്റും കാണാം. ലൈറ്റ് 2 പോഡാണ്. 2 പോഡ് എന്ന് പറഞ്ഞാൽ പറയാലോ. പിന്നെ ഈ ബോഡി കളർ മഡ് ഗാർഡ്, അതുപോലെ ഡിസ്ക് ബ്രേക്കിന്റെ വലിപ്പം, വൈബ്രയുടെ ആ ഡിസ്ക് ബ്രേക്കിന്റെ കാലിപ്പർ, പിന്നെ ഇവിടെ കൊടുത്ത ബാഷ് പ്ലേറ്റ്. ഈ ബാഷ് പ്ലേറ്റ് മെറ്റലാണോ? അല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് പീസാണ്. പിന്നെ പൈപ്പിംഗ് എല്ലാം കാണാം കേട്ടോ. ഡിസൈൻ എലമെന്റുകൾ ഉണ്ട്. ഈ XSR 155 എഴുതിയത് കാണാൻ ഭംഗിയുണ്ട്. ഈ ടാങ്കിന്റെ സൈസ് കൊള്ളാം. ടാങ്കിന്റെ മുകളിലെ ആ ഒരു വൈറ്റ് അല്ലെങ്കിൽ സിൽവർ കളറിലുള്ള അടപ്പൊക്കെ കണ്ടോ. സീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് സോഫ്റ്റ് ആണ് സീറ്റ്. അത്യാവശ്യം ഉയരം കുറവാണ് ഈ വണ്ടിക്ക്. അതായത് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നിലെ ആ ഒരു ഭാഗമൊക്കെ കളർ കൊടുത്തിട്ടുണ്ട്. ബോഡി കളറാണ് മഡ്ഗാർഡ് പോലെ. ഇരുവശത്തും ഇൻഡിക്കേറ്റർ ഉണ്ട്. വലിയ പിൻ വീലാണ്. ഈ പിൻ വീൽ എന്ന് പറയുന്നത് കേട്ടോ, അതിന്റെ അലോയ് വീലും അല്ലെങ്കിൽ ആ ഡിസ്ക് ബ്രേക്കും കണ്ടില്ലേ. 140 സൈസ് പിൻ വീലാണ്. 15 തന്നെയാണ്. അലോയ് വീൽ ഡിസൈനും വലിയ സിംഗാമും ആ ചെയിനും കാണാം കേട്ടോ. ഇവിടെ സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫുഡ് പേക്ക് തൂക്കിയിട്ട പോലെയാണ് ഈ ഗിയർ ലിവർ. മോഡേൺ ആണെന്ന് പറയാം. ഫ്രെയിമിന്റെ ഒരു ഡിസൈൻ നമുക്കിവിടെ വൃത്തിയായിട്ട് കാണാം കേട്ടോ. ഇതാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ആ എഞ്ചിന്റെ താഴെ അല്ലെങ്കിൽ ആ ബാഷ് പ്ലേറ്റിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കൂളൻ ടാങ്കില്ലേ, അത് തട്ടിയാൽ പൊട്ടും ഉറപ്പാണ്. പിന്നെ അലോയ് വീൽ ഡിസൈൻ കേട്ടോ. ഇനി ഈ ഹാൻഡിൽ ബാർ വലിയ ഹാൻഡിൽ ബാറാണ്. ഈ ഹാൻഡിൽ ബാറിന്റെ സ്വിച്ച് കേസ് കാണാം. ഈ സ്വിച്ച് കേസ് ഒക്കെ മോഡേൺ എന്ന് വിളിക്കാവുന്ന സ്വിച്ച് കേസാണ്. വട്ടത്തിലുള്ള മീറ്ററാണ്, ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഹാൻഡിൽ ബാർ വലുതാണ്. അപ്പുറത്ത് എഞ്ചിൻ കിൽ സ്വിച്ച് കാണാം. ഇതേ ടോട്ടൽ കേബിൾ 2 കേബിളാണ്. പിന്നെ മിറർ കണ്ടോ. ഈ മിറർ അത്ര വലിയ ഭംഗി തോന്നിയില്ല കേട്ടോ. പിന്നെ ഈ ഹാൻഡിലിന്റെ അടുത്ത് കൊടുത്ത മുട്ട് കണ്ടില്ലേ കണ്ടോ. ഈ XSRന്റെ കീ ഹോൾ എന്ന് പറയുന്നത് ഫ്രണ്ടിലാണ്, അതായത് ടാങ്കിന്റെ ഫ്രണ്ടിലാണ്. പിന്നെ ഇവിടെ നമുക്ക് XSRന്റെ ആ ഒരു ഹിസ്റ്ററി പേരുന്ന ലോഗോ കാണാം. E20 കംപ്ലൈന്റ് ആണ്. പിന്നെ ടാങ്കിന്റെ ആ ഒരു പാഡിങ് കൊള്ളാം. പിന്നിലേക്ക് വരുമ്പോഴേ ഈ ഹഗ്ഗർ അല്ലെങ്കിൽ ഈ മഡ്ഗാർഡ് എന്ന് പറയുന്നത് ബോഡി കളർ തന്നെയാണ്. ആ ഹഗ്ഗറിന്റെ മുകളിൽ നമ്പർ പ്ലേറ്റ്, കൂടാതെ വട്ടത്തിലുള്ള LED ലൈറ്റ് ആണ്. 2 LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്നുള്ള കേട്ടോ. ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് VVA ഉള്ള DOHC എഞ്ചിൻ തന്നെയാണ്. ഈ എഞ്ചിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് R15 ഉള്ള എഞ്ചിനാണ്. മൈലേജിന്റെ കാര്യത്തൊന്നും പറയാനില്ല. അതായത് 155 കിലോമീറ്റർ ടോപ്പ് സ്പീഡും നല്ല മൈലേജ്, ഏറെക്കുറെ 60 കിലോമീറ്ററോളം മാനമായിട്ട് ഓടിച്ച മൈലേജ് ഉള്ള വണ്ടിക്ക് 6 സ്പീഡാണ് ഗിയർ എന്നുള്ളത് കേട്ടോ. MT പോലെ മോണോ ഷോക്കാണ്. ഈ മോണോ ഷോക്കും കാണാം. പിന്നെ അതിൻ്റെ ഉള്ളൊരു ചെറിയ ഒരു ഹഗ്ഗർ പോലെ കൊടുത്തിൻ്റെ അകത്ത് ചളി അടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ XSR 155 കുറിച്ച് പറയാനുള്ളത്. ഇത് കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ 1-2 കളർ കൂടി കാണിക്കാം കേട്ടോ. ഇതാണ് XSRന്റെ റെഡ് കളർ. എങ്ങനെയുണ്ട്? എനിക്ക് റെഡ് ശരിക്കും ഇഷ്ടപ്പെട്ടു. റെഡ് ടാങ്കിലെ ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ലതാണ്. കണ്ടില്ലേ, അതിന്റെ ഗോൾഡൻ വീൽസ് കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ആ പിന്നിലെ വീലിന്റെ ഒരു ഡിസൈൻ കാണിക്കാം കേട്ടോ. ആ എക്സോസ് പൈപ്പിന്റെ മുകളിൽ ഡിസൈൻ എലമെന്റ് ഉണ്ട്. ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഈ ഒരു സിൽവർ കളറും ഇഷ്ടപ്പെട്ടു. ഗ്രേ സിൽവർ കളർ ഇഷ്ടപ്പെട്ടു. അതും കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഒരു കഫേ റേസർ പോലൊരു മോഡലേ, അതും അവർ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഭംഗി തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മോഡലും ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. 1,49,990 ആണ് എന്റെ വില, എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ റോഡ് പ്രൈസ് MT-15 അത്രേ പേരുണ്ടാവുള്ളൂ. പിന്നെ ഹൈറ്റ് നോക്കിയാൽ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള ആൾക്ക് നിരത്ത് കാലുറച്ച് വെക്കാൻ പറ്റുന്ന നിലയ്ക്കാണ്. പിന്നെ ഇതിന്റെ ഒരു സീറ്റിന്റെ കുഷനും കൊള്ളാം. ഓക്കെ, എക്സോസ് നോട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ടില്ല, കാരണം ഓടിച്ചിട്ടില്ല. ഓടിക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയാം. ഈ വണ്ടി മൊത്തത്തിൽ കാണാൻ ഏത് കളറാണ് ഭംഗി? ബ്ലൂ ആണോ, റെഡ് ആണോ, അതോ ഈ ഒരു സിൽവർ കളറാണോ? ഈ വണ്ടി ശരിക്കും ഒന്ന് കാണണമെങ്കിലേ ഇതേ കണ്ടോളൂ. ഇതാണ് XSR 155 കേട്ടോ. നീല കൂടി ശരിക്കും കാണിക്കാം. പിന്നെ യമഹയുടെ ഇലക്ട്രിക്കലിലുള്ള കടന്നുവരവാ. അത് റിവർ ഇന്ത്യയുടെ സഹായത്തോട് വേണമെന്ന് പറയാം. ഇത് EC06 ആണ്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇത് റിവർ ഇന്ത്യ കണ്ടിട്ട് അതുപോലെ തന്നെ തോന്നുന്നുണ്ടാവും അല്ലേ.
ശരിക്കും കുറച്ചുകൂടി ഭംഗിയുണ്ട് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ. ഇതിന്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ആ ഹാൻഡിൽ ബാർ ആണ് കൂടുതലും റിവർ ഇന്ത്യ ആയിട്ട് സാമ്യം തോന്നിക്കുക നമുക്ക്. പിന്നെ മിററുകളും ഓക്കെ, വലിയ സീറ്റാണ്, സീറ്റിനടി സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നിലും ഡിസ്ക് ബ്രേക്ക് കാണാം. ABS അല്ല, CBS ആണ്. അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടെന്ന് പറയൂ. എനിക്ക് തോന്നുന്നു യമഹയുടെ ഒരു ഇലക്ട്രിക്കലുകൾ കടന്നവർ ഈ ഒരു വണ്ടി കൊണ്ടായത്, റിവർ ഇന്ത്യ ആയിട്ടുള്ള ഒരു കണക്ഷൻ കൂടെ ആയത്, എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ വണ്ടി പുറത്തിറക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു ഗ്രാബ് ഹാൻഡൊക്കെ കാണാം കേട്ടോ. 160 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒറ്റ ചാർജിലെ റേഞ്ച് എന്ന് പറയുന്നത്. ഏറെക്കുറെ 6.4 കിലോ വാട്ട് പവർ ആണെന്ന് പറയുന്നു. പിന്നെ ബാറ്ററി പാക്കിന്റെ കാര്യം വിശദമായിട്ട് പറഞ്ഞിട്ടില്ല, വിലയും പറഞ്ഞിട്ടില്ല. ഓക്കെ, എനിക്ക് ഇതിന്റെ വീൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടു, ഈ മീറ്റർ ക്ലസ്റ്റർ ഇഷ്ടപ്പെട്ടു, ഈ ഹെഡ് ലാമ്പ് ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു പ്രോമിസിംഗ് ആണ് പുതിയൊരു വണ്ടി എന്ന നിലയ്ക്ക്. ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഷേപ്പ് കണ്ടില്ലേ, ഇതാണ് EC06 എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ. റിവർ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്, യമഹയുടേതാണ്. ഓക്കെ, കാണാൻ എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ. ഈ രണ്ട് ബാറ്ററി ഉണ്ടോ, ഈ രണ്ട് ബാറ്ററി എന്ന് പറയുന്നത് എയറോക്സിന്റെ ബാറ്ററിയാണ്. 1.5 കിലോ വാട്ട് അവറിന്റെ 2, അപ്പോൾ 3 കിലോ വാട്ട് അവർ ബാറ്ററിയാണ്. ഊരിക്കൊണ്ടുപോയി ചാർജ് ചെയ്യാം. അതായത് ഇവരുടെ പ്രീമിയം സ്കൂട്ടർ ഉണ്ട്, അത് ഇലക്ട്രിക് ആയിട്ട് ഇറക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിന്റെ പേര് എയ്റോക്സ് എന്നാണ്. എയ്റോക്സ് കണ്ടോ, ഇലക്ട്രിക് എയ്റോക്സ്. കളറൊക്കെ കണ്ടില്ലേ എന്റെ കാഴ്ചക്ക്? അത് സാധാരണ എയ്റോക്സ് പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. കുറച്ചധികം എലമെന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ വെച്ചില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ഇടുന്നുള്ള വ്യത്യാസമാണ്. പിന്നെ മീറ്റർ ക്ലസ്റ്ററിന്റെ കാര്യം പറയാം. മീറ്റർ ക്ലസ്റ്ററിൽ ഒരുപാട് മോഡുകൾ, 2 ബാറ്ററിയുടെ ചാർജ് ഉണ്ട്. ഈ ഇൻഡിക്കേറ്ററിന്റെ പ്ലേസ്മെന്റ്, ആ ഹെഡ് ലാമ്പ്, പിന്നെ സീറ്റിലെ ആ ഒരു സ്റ്റിച്ചിങ് എല്ലാം ഇലക്ട്രിക് എന്ന നിലയ്ക്കാണ്. സീറ്റ് തുറന്നാൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സ്റ്റിൽ ബാറ്ററികൾ ഉണ്ട്. ഇവിടെ ചാർജിങ് പോർട്ട് അവർ വെച്ചിട്ടുണ്ട്. ഈ ചാർജിങ് പോർട്ടും കീലെസ് എൻട്രിയും കാണാം. ഇതാണ് ഇതിന്റെ സീറ്റിന്റെ അകത്തളം. ഇവിടെയാണ് ബാറ്ററി എന്ന് പറയുന്നത്, 2 ബാറ്ററികളാണ്. ഇവിടെ ആ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതൊക്കെ സാധാരണ എയറോക്സ് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും പറയാനില്ല. പിന്നിൽ 2 സസ്പെൻഷനും ചെയിൻ ഡ്രൈവും ആണ് എയറോക്സിന്. ഈ എയറോക്സിന്റെ ചെയിൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ വലിയ വീലിന്റെ ഡിസ്ക് ബ്രേക്കിന്റെ ചെയിൻ ഡ്രൈവ് ആണെന്ന് പറയാം. ഈ ഫ്ലാപ്പൊക്കെ കണ്ടോ, ആ ഇൻഡിക്കേറ്റർ കണ്ടോ, പിന്നിലെ ലൈറ്റ് കണ്ടോ, എല്ലാം സാധാരണ എയറോക്സ് പോലെ തന്നെയാണ്, വ്യത്യാസങ്ങൾ പറയാനില്ല. ഇവിടെ യമഹ മോട്ടോർ സൈക്കിൾ കണക്ക് കാണാം. അപ്പോ ഇതാണ് യമഹയുടെ എയ്റോക്സ് ഏറെക്കുറെ 9.7 കിലോ വാട്ട് അവർ പവർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 12-13 HP പവർ ഉണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി പാക്ക് അങ്ങനെയാണ്. ഇതാണ് അതിന്റെ കൗൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് യമഹയുടെ ഒരു കോൺഫിഡൻസിന്റെ കാര്യമായിട്ട് പറയാനുള്ളത്. ഏതാണ് പ്രോമിസിങ് വണ്ടി? XSR 155 ആണ്. പിന്നെ ഈ റിവറിന്റെ വണ്ടി. ഇതിന്റെ രണ്ടിനും വില അവർ പറഞ്ഞില്ല കേട്ടോ, പറയുമായിരിക്കും. പിന്നെ യമഹയുടെ F0 മോഡലാണ്, അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, നിറച്ച ആളാ കേട്ടോ. ഇതിനിടയിലാണ് മക്കളെ വീഡിയോ എടുക്കുന്നത്, മനസ്സിലായോ? ഇവിടെ MT-15 ഒരു ഡിസ്പ്ലേ വണ്ടി വെച്ചിട്ടുണ്ടല്ലേ. സംഭവം നിറച്ച ആളായിരുന്നു ഈ ഇവന്റ് വന്നപ്പോൾ. ഈ XSRന്റെ ചരിത്രം പറയാണ്ട്, അതായത് 2015 ഹോണ്ടയുടെ ഒരു വണ്ടിയുടെ ഒരു കാര്യം കണ്ടിട്ട് യമഹയ്ക്ക് കുരു പൊട്ടിയിട്ട് അവരങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ് XSR. അന്ന് മുതൽ ഇന്ന് വരെ നേരത്തിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പുറത്തെ സ്പെക്ക് ആവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് ദീപകിനോട് നമ്മൾ ക്ലസ്റ്റേഴ്സിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ പുറത്തെ സ്പെക്ക് പോലെ ആവുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അല്ലാതെ ഇവിടുത്തെ സ്പെക്കിന് വ്യത്യാസങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സ്പ്രിംഗ് റേറ്റോ എന്തൊക്കെയോ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു. വണ്ടി കാണാൻ രസമുണ്ട്, റെട്രോ എന്ന് പറയുന്ന ഒരു ലുക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രോമിസിംഗ് ആയിട്ട് വണ്ടിയാണ്. ഒന്ന് ഓടിച്ച് നോക്കണം നല്ല ആഗ്രഹം തോന്നി കണ്ടപ്പോൾ. കാരണം അതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും അല്ലെങ്കിൽ കയറിയിരിക്കുമ്പോൾ ഹാൻഡിൽ പിടിക്കുന്ന ഒരു ഫീലും എല്ലാം കൂടി ഇതായിട്ട് നമുക്ക് റെട്രോ ലുക്കുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയായിട്ട് തോന്നി. പിന്നെ ഈ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ തിരക്കാണ്, അറിയാലോ. അതിനിടെ കൂടെ വീഡിയോ ഉണ്ടാക്കാൻ എളുപ്പമല്ല. എന്നാലും കുത്തിരക്ക് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നു, ആദ്യം ആളുകളെ കാണിക്കാനുള്ള ഒരു ത്വര തന്നെയാണ് ഈ വീഡിയോ. വണ്ടി എങ്ങനെ കാത്തിരിക്കുന്ന നടക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു, എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് വണ്ടി, ഏത് കളറുണ്ട്, ബ്ലാക്ക് ഇല്ല എന്നൊക്കെ കൊണ്ട് സങ്കടപ്പെടുന്ന നടക്കാണ്ടു. എനിക്ക് തോന്നുന്നു 1.49 എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ 1.5 ലക്ഷം രൂപ നമുക്ക് വെറുതെ പറയാം, എക്സ്ട്രോൺ പ്രൈസ്. അങ്ങനെ പറയുമ്പോഴും MT-15 ആയിട്ട് എന്തോ കാര്യമായിട്ട് വ്യത്യാസം തോന്നുന്നു പ്രൈസിൽ. അതായത് GST വന്നപ്പോൾ MT-15 പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സോസിനോട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, കേൾക്കാൻ വിചാരിച്ചു. പക്ഷേ MT-15 സൗണ്ട് പോലെ തന്നെ ആവുമെന്നാണ് ഊഹിക്കുന്നത്. പിന്നെ R15 എഞ്ചിനാണ്, ഡെൽറ്റ ഫ്രെയിമാണെന്ന് പറയുന്നു. എഞ്ചിൻ്റെ കാര്യം DOHC ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വണ്ടി തന്നെയാണത്. അത് മോഡേൺ ആണ്, തീർത്തും മോഡേൺ ആണ്. ടെക്നിക്കലി നമുക്ക് എല്ലാ പവർഫുൾ ആയിട്ടൊരു വണ്ടി മോഡേണായിട്ട് കിട്ടുന്നു, എന്നാൽ റെട്രോ ലുക്ക് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനറ്റ് ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം. യമഹ 2025 കോൺഫറൻസ് നിന്ന് വണ്ടി പ്രവർത്തനം.